ഈ സത്യനന്ദിക്കാടുമായിട്ടുള്ള കൂട്ടുകെട്ടല്ലേ ശ്രീചേട്ടൻ്റെ ഏറ്റവും ഹിറ്റുകൾ നന്നായിരുന്നു അല്ലേ? അല്ല, സത്യനും ആദ്യകാലത്ത് പ്രിയന്റെ കുറെ പടങ്ങൾ, പ്രിയന്റെ കൂടെയും കുറെ പടം അഭിനയിച്ചു ഇല്ലേ? അതെ. നിങ്ങൾ ആ ഒരുമിച്ചുള്ള യാത്ര നല്ല രസമായിരുന്നു അന്ന് പ്രേക്ഷകർക്ക് അല്ലേ? അതെ. പ്രേക്ഷകർ ഇപ്പോഴും ആഗ്രഹിക്കുന്ന യാത്രയാണ് നിങ്ങളുടെ യാത്രയൊക്കെ. അതെ. പ്രിയൻ സാറ്, മോഹൻലാല്, ശ്രീനി ചേട്ടൻ, സത്യനന്ദിക്കാട് ചേട്ടൻ, ഇവരെല്ലാവരും ഒരുമിച്ചുള്ള യാത്ര ആളുകൾക്ക് ഇപ്പോഴും വലിയ താല്പര്യമാണ് അല്ലേ? അങ്ങനെ ഒരു പടമൊക്കെ നമുക്കിനി വേണ്ടേ? വേണ്ടതാണ്. മോഹൻലാല്, ശ്രീനിവാസൻ, സത്യനന്ദിക്കാട്, പ്രിയദർശൻ, ഇവരാരെങ്കിലും, പ്രിയദർശനോ അല്ലെങ്കിൽ സത്യനന്ദിക്കാടോ ഡയറക്ടർ, ശ്രീചേട്ടന്റെ ഒരു സ്ക്രിപ്റ്റ്, മോഹൻലാലും ശ്രീചേട്ടൻ ഒരുമിച്ച് അഭിനയിക്കും, അങ്ങനെ ഒരു സിനിമ നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടേ? അന്ന് നമ്മള് പിന്നെ ആലോചിച്ചതും എടുത്തതുമായിട്ടുള്ള സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളായിരുന്നു, സിമ്പിളായിരുന്നു. ഹ്യൂമറും ഭയങ്കര സ്ലാപ്സ്റ്റിക് കോമഡിയൊന്നുമല്ല. ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള സന്ദർഭങ്ങളിൽ ചിരിയാണ് അവിടെ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഭയങ്കര കഥയൊന്നുമില്ല. ഒരു ജോലിയില്ലാത്ത ഒരാള് സുഹൃത്തിനെ അന്വേഷിച്ച് സ്ഥലത്തേക്ക് വരികയാണ്, എന്നെ. അപ്പോൾ ഒരു ജോലി കൊടുക്കാൻ എനിക്ക് കഴിവൊന്നുമില്ല. അങ്ങനെ ഇയാൾക്ക് എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് നീ ഒരു ഗൂർഖയായിട്ട് ഒരു ശ്രമം നടത്തി നോക്കുന്നുണ്ട്. അവൻ ഗൂർഖയാവാണ്. അത് വലിയ ഭയങ്കര കഥയൊന്നുമല്ല അത്. അതെ അതെ. അത് ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ കഥ പോകുന്നത്. പക്ഷെ എല്ലാ രംഗങ്ങളും ആളുകൾ രസിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. അതിപ്പം ശ്രീചേട്ടൻ പറഞ്ഞ ഒരു കൂർക്കയായിട്ട് മോഹൻലാൽ വരുന്നു, ലാലേട്ടൻ ഭയങ്കര നല്ല രീതിയിൽ അഭിനയിക്കുന്നു. നിങ്ങളുടെ സ്ക്രിപ്റ്റ്, നിങ്ങളുടെ ഒരു കൂട്ടായ്മയിലുള്ള സിനിമകള് പ്രേക്ഷകർക്ക് ഇപ്പോഴും ഇഷ്ടമാണല്ലോ, ഇപ്പോഴും കാണാൻ താല്പര്യമാണ്. സമാധാനം, സന്മനസ്സിലുള്ളവർക്ക് സമാധാനം. പിന്നെ ടി.പി. അതിലാണ് മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയത്തിന് അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അതെ. ഭയങ്കര അഭിനയിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ അവാർഡ് കിട്ടിയ സിനിമക്ക്. ആ സിനിമ അത്രയും ഇഷ്ടമാണ് ആളുകൾക്ക് അല്ലേ? ജൂറിക്ക് വരെ ഇഷ്ടപ്പെട്ട സിനിമയല്ലേ? അങ്ങനെ മോഹൻലാലുമായിട്ടുള്ള സിനിമകൾ ഒത്തിരി അല്ലേ നിങ്ങൾ ചോദിച്ചത് അല്ലേ? നാടോടിക്കാറ്റൊക്കെ ഒന്ന് ഓർത്താലേ അല്ലേ? ദാസനും വിജയനും. ഈ ദാസനും വിജയൻ അങ്ങനെ ഒരു പേര്, ആ ഒരു പേരിടാനുള്ള കാരണം, ദാസനും വിജയനും ആ സ്ക്രിപ്റ്റിൽ എഴുതുമ്പോ ആ ഒരു പേരിടാൻ കാരണം, മധുരാഷ്ട്രയില് ഞാൻ ചെന്നപ്പോ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണമെങ്കിൽ എവിടെ താമസിക്കണം, അവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വാടക കൊടുത്ത് താമസിക്കാനുള്ള യാതൊരു വകുപ്പും എനിക്കില്ല, പൈസ ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നാട്ടിലെ എൻ്റെ സുഹൃത്തായ ദാസൻ എന്ന് പറഞ്ഞവൻ്റെ, അവൻ താമസിക്കുന്ന സ്ഥലത്താണ് ഞാൻ പോയി താമസിച്ചത്. അതാണ് ശരിക്കും പറഞ്ഞ ദാസൻ. വിജയന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, വിജയൻ എത്രയോ ഉണ്ട്. ദാസൻ അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞ ഒരു അഭയസ്ഥാനം തന്ന ആ സുഹൃത്തിൻ്റെ പേരാണ് ദാസൻ. അതെ. അതാണ് ആ പേരിനോട് ഇത്ര പ്രിയം അല്ലെ? ദാസനോട് ഇത്ര പ്രിയം അതാണ് ആ പേരിനോടുള്ള താല്പര്യം. ആ പേരിന് ഒരു അർത്ഥമുണ്ടായത് അങ്ങനെയാണ് അല്ലെ? ആ ദാസനും വിജയന്റെയും കൂട്ടുകെട്ടുണ്ടല്ലോ എന്റെ ശ്രീനിച്ചേട്ടാ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും ജോലി എടുത്തത് ആ നിങ്ങളുടെ ആ കൂട്ടുകെട്ട് കാണുമ്പോ ഒക്കെ നമുക്ക് അസൂയായിരുന്നു. ഇനിയും ആളുകൾക്ക് അസൂയ കൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയൊക്കെ വന്നെ. ഇനി നമുക്ക് വരില്ലേ? ഉറപ്പല്ലേ? മോഹൻലാലും ശ്രീനിവാസനും ഒന്നിക്കേണ്ട ഒരു സിനിമ ഉണ്ടാവും, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ?
ആഗ്രഹമുണ്ട്. ഉണ്ട്. അതിന് പഴയ ആൾക്കാരും ശ്രമിക്കാറുണ്ട്. പഴയ ആൾക്കാര് ശ്രമിക്കാറുണ്ട്, വല്ലപ്പോഴും ശ്രമിക്കാറുണ്ടല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കഥ ശ്രീചേട്ടൻ എഴുതണ്ടേ? നിങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്ന ഒരു കഥ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു കഥയായിട്ട് വന്നാൽ നിങ്ങൾ രണ്ടുപേരും വെച്ച് സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ അതിൽ അഭിനയിക്കുമോ? അഭിനയിക്കും. മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കും, ലാലേട്ടന്റെ കൂടെ. നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ളവരല്ലേ? പരസ്പരം നല്ല ഇഷ്ടമല്ലേ നിങ്ങള്? വെറുക്കാൻ കാരണങ്ങളൊന്നും വലുതായിട്ടുണ്ടായിട്ടില്ല. എങ്ങനെ? വെറുക്കാൻ കാരണങ്ങളൊന്നും വലുതായിട്ടില്ല. ഉണ്ടായിട്ടില്ല. അതാണ് സത്യം. അതാണ് സത്യം. ആളുകൾ എന്തെങ്കിലും പറഞ്ഞ് വെറുപ്പിക്കാൻ നോക്കുന്നതല്ലാതെ നിങ്ങൾ തമ്മിൽ വെറുക്കാനൊന്നും ഉണ്ടായിട്ടില്ല അല്ലെ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ വളച്ചൊടിച്ച് വേറെ എന്തെങ്കിലും വെറുപ്പിക്കാൻ ശ്രമിക്കും. അത് ചിലപ്പോ ഭയങ്കര സ്നേഹം കാണുമായിരിക്കും ചില കാരണങ്ങൾ കൊണ്ട്. ഞാൻ ഒന്നും ഒളിപ്പിച്ചു വെക്കുന്ന പ്രവർത്തനമല്ല. മനസ്സിലായി. അത് പൊതുവെ ആളുകൾക്ക് കുറച്ച് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട്. അതെ, അത് സ്വാഭാവികമാണ്. അല്ലെ, നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് ഒരു വെറുക്കലുമില്ല, ഒരു വഴക്കുമില്ല അല്ലേ ശ്രീചേട്ടാ? ആളുകൾ വെറുതെ പറയുന്നു നിങ്ങൾ തമ്മിൽ വലിയ ശത്രുതയാണ്. അതെ, അവർക്കെന്തെങ്കിലും ഗുണമുണ്ടാവും. ഈ മോഹൻലാലുമായിട്ട് നിങ്ങൾ ജീവിതത്തില്, ലാലേട്ടനുമായിട്ടുള്ള ജീവിതത്തില് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാര്യം ഓർത്തെടുക്കാൻ പറ്റുമോ? ഒന്ന് രണ്ടാഴ്ച ഓർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം പറയാം. അത് കളിയാക്കാൻ 1-2 പ്രാവശ്യം ആലോചിച്ചിട്ട് പറയാം. അതുകൊണ്ട് വെച്ചാൽ അറിയാൻ കേട്ടോ പറയാം. ചെറിയൊരു ആലോചന പെട്ടെന്ന് തന്നെ ഒരു സാധനം പറഞ്ഞു. പറയാൻ പറ്റൂല. ഒത്തിരി ഉണ്ടല്ലേ രസകരമായ മുഹൂർത്തങ്ങൾ. നിങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ യാത്ര ഒരുമിച്ചൊക്കെ ഒത്തിരി ചെയ്യാറുണ്ടല്ലോ ആ സിനിമാ സമയത്ത് അല്ലേ? ഹോട്ടലിലാണെങ്കിൽ ഒത്തിരി സമയത്ത് നിങ്ങൾ ചെലവഴിക്കുമല്ലോ. അപ്പോഴൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ സംസാരിച്ചതിൽ ഒരു കാര്യം എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇപ്പൊ ലാലേട്ടനുമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റൊക്കെ ശ്രീചേട്ടൻ എഴുതുന്ന സ്ക്രിപ്റ്റുകളുണ്ടല്ലോ, ആ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് വായിച്ചൊക്കെ കേൾക്കുമ്പോൾ മോഹൻലാലിനോട് എന്ന് പറഞ്ഞ വ്യക്തിയോട് വായിച്ചു കേൾക്കുമ്പോൾ ശ്രീനി ഇത് അവിടെ നിന്നൊന്ന് മാറ്റി ഇങ്ങോട്ട് വെച്ചാൽ അത് നന്നായിരിക്കും, അപ്പം ശ്രീചേട്ടൻ ലാലെ അത് അങ്ങനെ ചെയ്താൽ അങ്ങനെയൊക്കെ ഒരു സംസാരമൊക്കെ നിങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഉണ്ടാകാറുണ്ടല്ലേ? അത് ആശയവിനിമയം നടത്താറുണ്ട്. അത് ഗുണം ചെയ്യും സിനിമയ്ക്ക്. ഇങ്ങനെ കൊച്ചു പിള്ളേരെ നോക്കണേ ചേച്ചി, എന്നിട്ട് വേറെ കല്യാണം കഴിക്കണം പോലും, വേറെ കല്യാണം കഴിക്കണം പോലും. അപ്പൊ ചിരിക്കണുണ്ടോ? വേറെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇങ്ങനെയൊക്കെ എല്ലാം തന്നെ അല്ലേ? അപ്പൊ ഞാൻ വീണ്ടു പോകില്ല, വേറെ കല്യാണം. അല്ലാതെ നല്ലത് അങ്ങനെ ഇടയ്ക്ക് പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ നല്ല ഫുഡൊക്കെ നല്ല ഫുഡ് കിട്ടുന്നത്. അതല്ലേ നമ്മൾ പറഞ്ഞു വെച്ചത് ഇതല്ലായിരുന്നോ? മോഹൻലാലും ശ്രീചേട്ടനുമായിട്ടുള്ള ഒരു സിനിമ വരുന്നു അല്ലെ? പല ആൾക്കാരും കൂടെ ഒന്ന് ശ്രമിക്കണം അല്ലേ? എല്ലാ ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ടല്ലേ? ആഗ്രഹമുണ്ട്. അത് എന്തിനാണ് എപ്പോഴും അതാണ് ഇഷ്ടം. അതല്ലേ? പക്ഷെ അതിന് കാരണം പ്ലാനൊന്നുമില്ല. പ്ലാനില്ല. പ്രിയനൊരു പ്ലാനുണ്ട്. പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ഉടനെയൊക്കെ ഒരു സിനിമ വേണം നമുക്ക് അങ്ങനത്തെ. നിങ്ങളും ശ്രീനിച്ചേട്ടനും മോഹൻലാലും വീണ്ടും ഒരുമിച്ച്. ആഗ്രഹമുണ്ട്. ആർക്കാ? വിനീതിന്, നമ്മുടെ വിനീതിന് ആഗ്രഹമുണ്ട്. അതായിരിക്കും ചിലപ്പോ ആദ്യം നടക്കുക. ചിലപ്പോ മോഹൻലാലിന്റെ ബർത്ത്ഡേ ആട്ടെ നാളെ. പുള്ളിക്ക് ബർത്ത്ഡേ ഉണ്ട്. പിന്നെ ബർത്ത്ഡേ ഇല്ല, ശ്രീചേട്ടന്റെ ബർത്ത്ഡേ ഇല്ല. എന്റെ ബർത്ത്ഡേ ഈ മാസമാണ്. 21-ാം തീയതി. എത്ര വയസ്സായെന്ന് പറയാവോ? എന്താണ് നിങ്ങൾ അത്രയും കൂട്ടായിട്ട് വയസ്സായ? ശ്രീചേട്ടൻ എത്ര വയസ്സുണ്ട്? എനിക്ക് 72. എന്താണ് പറയാനുള്ളത് ലാലേട്ടൻ്റെ ഒരു ആശംസ? മോഹൻലാലിന്റെ ഈ ബർത്ത്ഡേക്ക് ആശംസിക്കാനുള്ളത്, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ എന്നാണ്. ആ വിജയമായിരിക്കട്ടെ മോഹൻലാലിനുള്ള പിറന്നാൾ സമ്മാനം. മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് ഈ പെരുന്നാൾ ആശംസ വന്നിരിക്കുന്നത്. അതിന് അത് ചോദിക്കട്ടെ. അപ്പൊ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. വിശന്ന് തുടങ്ങിയോ? അങ്ങനെ വിശന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് പോയാൽ മതി. ഈ നാടോടിക്കാറ്റ് സിനിമയിലെ എന്റെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുന്നത് ആ ഗൾഫിലേക്ക് പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമുക്കായ കൊണ്ടുവന്ന് അസ്സലാമു അലൈക്കും
വാലേക്കും മമ്മൂക്കായ ഇപ്പൊ നമ്മളെ വിട്ടുപോയല്ലോ, മരണപ്പെട്ടു പോയല്ലോ. മമ്മൂക്കായുമായിട്ടുള്ള ഒരു ഓർമ്മ എന്താണുള്ളത്? ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നതാണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, അന്ന് ഞാൻ കാണുമ്പോൾ മമ്മൂക്കായ അവിടുത്തെ സ്കിറ്റുകളിലും കോഴിക്കോട് ഭാഗത്തുള്ള ഗോവിന്ദപുരം എന്നൊരു സ്ഥലമുണ്ട്, അവിടെയൊക്കെ സ്കിറ്റുകളും മറ്റും അഭിനയിക്കുന്ന ഒരാളായിരുന്നു. അന്യരുടെ ഭൂമി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ സിനിമാ നടനായിട്ടില്ല. ഇന്ത്യയിൽ ഒരു വീടിൻ്റെ ഇന്റീരിയറൊക്കെ ചെയ്യുന്ന ഡെക്കോർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം കോഴിക്കോടുണ്ട്. അവിടുത്തെ ഒരു സ്ഥിരമാളാണ് മമ്മൂക്കയെ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥൻ അശോകൻ എന്ന് പറഞ്ഞ ആളാണ്. എൻ്റെ നാട്ടിലെ വീടിൻ്റെ എല്ലാ വർക്കും ചെയ്ത അശോകനാണ്. അശോകന് ഞാനായിട്ട് ഭയങ്കര അടുപ്പമുണ്ട് കുറേ കാലമായിട്ട്. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ പിന്നെ മമ്മൂക്കയോട് അടുപ്പം വെച്ച് കൊടുത്തിരുന്ന ആളാണ് അശോകൻ. അപ്പോൾ ഞാനും സിബിയും അലിയനും ദൂരെ ദൂരെയുടെ കൂടുകൂട്ടാം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി കോഴിക്കോട് മഹാറാണിയിൽ ഇരുന്ന് കഥ സംസാരിക്കുകയാണ്. അവിടെ കഥ സംസാരിക്കുമ്പോൾ പല സംഭവങ്ങളുണ്ട്. ചില തമാശകൾ ഞാൻ പറയാം. അതിൻ്റെ നിർമ്മാതാവ് എന്ന് പറയുന്നത് അരോമ മണി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം വന്നിട്ട് ഞങ്ങൾ കഥ സംസാരിക്കുന്നതിനിടയിൽ വന്നിട്ട് പറയും, ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ എന്ത് കഥ വേണമെങ്കിൽ എടുത്തോളൂ, പക്ഷെ താഴോട്ട് പടം ഓടണമെങ്കിൽ എന്നുവെച്ചാൽ സി ക്ലാസ് അതുപോലെ സാധാരണ പാവങ്ങളുടെ ഇടയിൽ പടം ഓടണമെങ്കിൽ ഒരു 3 അടിയെങ്കിലും വേണം. അപ്പോ ഞാൻ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് അങ്ങനെ അടിയുണ്ടാക്കാനുള്ള സീനൊന്നും വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി എപ്പോഴും വന്നിട്ട് അടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാൻ സിബിയോട് പറഞ്ഞു, ആ ക്യാരക്ടർ വേറൊരാളുടെ ഷർട്ടിന് പിടിക്കുന്ന ഒരു സീനുണ്ട്, അത് നമുക്ക് ഒരു അടിയൊക്കെ മാറ്റാൻ പറ്റുമോന്ന് ചോദിച്ചു. നമുക്ക് ശ്രമിച്ചു നോക്കുന്നതാണ്. അല്ല ഇയാളിങ്ങനെ വിടാതെ പിടിയിരിക്കുകയല്ല. അപ്പൊ ഇയാൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരടി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, ഒന്ന് പോലെ 3 അടി വേണം നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ താഴോട്ട് പോവില്ല. താഴോട്ട് പോകുന്നത് പക്ഷെ മേലോട്ട് എന്തായാലും പുള്ളിക്ക് കുഴപ്പമില്ല, താഴോട്ട് പോവില്ല. അതാണ് പുള്ളി പ്രശ്നം. ഞാൻ പറഞ്ഞു, ഇനി ഒരു അടി മുതല് അത് ഞാനും നിങ്ങളും ഏറ്റിക്കുന്നതാണ്. അപ്പൊ തന്നെ പുള്ളി എഴുന്നേറ്റ് പോയി. അല്ല, ദൂരെ മമ്മൂക്കയെ പറ്റി പറഞ്ഞുണ്ട്. അപ്പൊ പിന്നെ അടിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് സംശയം ഉണ്ടെന്ന ചിലപ്പോൾ ഇയാൾ സീരിയസ് ആയിട്ട് പറഞ്ഞാണെന്ന് പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അടിയുടെ പക്കത്ത് വരെ എത്തിയതാണ് പലപ്പോഴും. എന്നോട് എനിക്ക് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു. പൈസ ആ പുള്ളിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഫോണിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ ബിസിനസ്സും തിരക്കൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഓർമ്മയില്ലാത്തതാണ്. എനിക്ക് ഇതല്ലാതെ പറയുന്ന ഓർമ്മിക്കാനില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയാണ് നിങ്ങൾ തരുന്നത്. എനിക്ക് ഓർമ്മയില്ലാത്ത പൈസ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞു വിളിച്ച്. അതെ, അത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ലോട്ടറി എടുത്തിട്ട് അപ്പത്തിന് ഓഫീസിലേക്ക് പോയി. പുള്ളി അത് പ്രതീക്ഷിച്ചില്ല. അപ്പൊ വേറെ ഒരു 2 ആളവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ എന്തെങ്കിലും പറയുകയോ ചെയ്യുന്നുണ്ട് പേടിയാലും പുള്ളി ഇങ്ങനെ
അന്ന് അതിൻ്റെ അവസാനം ഒരു തീരുമാനം എടുത്തിട്ട് പുറത്തേക്ക് വന്ന് ഞാൻ ചെന്ന് തള്ളാനാണെന്ന്. ഇയാളപ്പം വേറെ പലരും തള്ളിയിട്ടുള്ള ആളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും തള്ളാനായിരിക്കും പരിപാടിയെന്ന് എനിക്ക് മനസ്സിലായി, തോന്നി. അങ്ങനെ പക്ഷെ ഞാൻ തീരുമാനിച്ചു തള്ളാൻ വേണ്ടി ഇയാള് കൈ പൊക്കൂല്ലേ, ആ പൊക്കുന്ന സമയത്ത് എൻ്റെ അടി ഇയാൾക്ക് കൊടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെന്ത് സംഭവിക്കുന്നുണ്ട് പിന്നത്തെ കാര്യം. പിന്നെ അയാള് ജയിക്കുക ഞാൻ ജയിക്കുന്നുണ്ടെന്നും പ്രശ്നമില്ല, അത് തടിയാക്കി ഞാൻ കൊടുക്കും. അപ്പൊ ഇയാള് കൈ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്നെ പുറത്തേക്ക് വിളിച്ചു, അവിടെ ഇടനാഴിട്ടില്ല. അപ്പൊ ഇയാള് കൈവക്കി ഞാൻ തല്ലുന്നതിന് മുമ്പ് എൻ്റെ കൈ രണ്ടും പിടിച്ചിട്ട് പുള്ളി നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവേണ്ട കാര്യമുണ്ട്. അവിടെ തീർന്ന പ്രശ്നം. ഇവിടെ പിന്നെ ഓഫീസിൽ ആളില്ല, നാളെ ഓഫീസിൽ ആള് വരുമ്പോ ഞാൻ അടുത്ത് വന്നേക്കാം പൈസ പിറ്റേ ദിവസം ഞാൻ വിട്ടില്ല, അവിടെ പോയി വാങ്ങിച്ചു. അങ്ങനെ രോഹിതമായി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ചിട്ട് എന്നോട് ചോദിച്ചു, അല്ല സംവിധാനം ചെയ്യാമെന്ന് ആഗ്രഹമില്ല, അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അരോമക്ക് വേണ്ടി ഒരു പടം സംവിധാനം ചെയ്ത് തന്നൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സംവിധാനം ചെയ്യുന്നതിനെ പറ്റിയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല, നീ അഥവാ എപ്പോഴും ആലോചിച്ചതിന് അരോമക്ക് വേണ്ടി ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. അതെ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ഒരിക്കൽ വേറൊരു കാര്യം കൂടി പറയും, അരോമ മാത്രമേ മലയാളത്തിന് ഈ പടം എടുക്കൂ എന്നുള്ള നിലവിലാണെങ്കിൽ ഞാൻ സിനിമ വിട്ട് പോയിക്കോളാം അങ്ങനെയും പറഞ്ഞു. അപ്പൊ തീർച്ചയല്ല, എല്ലാ പ്രശ്നവും തീർന്നു. അതെ. ഇത് അദ്ദേഹമായിട്ട് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, എന്നാ എല്ലാം പറഞ്ഞു പിരിഞ്ഞ് ഇങ്ങനെ തമാശ രീതിക്ക് എല്ലാം പറഞ്ഞു പിരിഞ്ഞു. ഇത് തമാശയല്ല, ഇത് സീരിയസ് ആയിരുന്നു അല്ലേ? തമാശ അല്ലായിരുന്നു. തമാശ തമാശ അടുത്ത തമാശക്ക് പറഞ്ഞു ഒഴിവാക്കാൻ പറയുമ്പോ തമാശക്ക് ചിന്തിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടോ. പക്ഷെ ഞാൻ ഗൗരവത്തിൽ ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഗൗരവം ശരിക്കും മനസ്സിലായി. അതെ. അതിൽ പിന്നെ നിങ്ങൾ ഒന്നിച്ചിട്ടില്ല? ഒന്നിക്കാൻ പുള്ളി ശ്രമിച്ചിട്ടുണ്ട്. ആ ദിവസം ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന പടം അരമണി എന്ന് പറഞ്ഞ ആള് ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ മമ്മൂട്ടിയാണ് എന്നെ വിളിക്കുന്നത്. എന്നോട് ഒരു റോളുണ്ട് ആ പടത്തിൽ, എന്തായാലും വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കില്ലെന്ന് പറഞ്ഞ അതുകൊണ്ട് എന്നെ കൊണ്ട് എന്താ കാരണം ഞാൻ എൻ്റെ അല്പഭാഗം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും വരില്ല, എനിക്ക് എൻ്റെ വാക്ക് പാലിക്കണമെന്ന്. ഇതൊക്കെ പണ്ട് കിടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ കാലത്തേക്ക് ഓർമ്മിച്ചു വെക്കാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു പണ്ട് കിടന്ന ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഓർമ്മിക്കും, അതെൻ്റെ ഒരാഗ്രഹമാണ്. അങ്ങനെ വിട്ടേക്കുന്നത് ഭക്ഷണം കഴിക്കാം. ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ട് നിർത്തുക കേട്ടോ. ചേട്ടന്റെ കൂടെ അഭിനയിച്ച ഒത്തിരി നായികമാരുണ്ട് അല്ലെ? ഒത്തിരി നായികമാരുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട നായികാരായിരുന്നു? ചേച്ചി നോക്കണുണ്ടോ കേട്ടോ? അഭിനയത്തിൽ ഉർവശിയായിരുന്നു. നിങ്ങൾ അഭിനയിച്ച സിനിമകളെല്ലാം അങ്ങനത്തെ സിനിമകളുമായിരുന്നു അല്ലെ? ഉർവശിയായിട്ടുള്ള അഭിനയിച്ച സിനിമകളിൽ പറഞ്ഞിട്ടിരുന്ന താറാവ്, തലയാണ മന്ത്രം. കല്യാണ മന്ത്രത്തിൽ ഭയങ്കര രസകരമായ സീനുകൾ ഒത്തിരി ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഉർവശി ചേച്ചി എന്റെ ഇന്റർവ്യൂവിൽ കാര്യം പറഞ്ഞോളൂ, സിനി ചേട്ടന്റെ തമാശകളെ കുറിച്ച്. കല്യാണ മന്ത്രത്തിലുള്ള സംഭവമൊക്കെ എന്റെ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ. ഇന്നലെ ഒരു പടം റിലീസായിരുന്നു ഉർവശി ചേച്ചിയുടെ. അതില് അതിന്റെ കുറെ ഓർമ്മകൾ, സിനി ചേട്ടനുള്ള ഓർമ്മകളൊക്കെ രസകരമായ. അത്തരം ഒരു നടനില്ല, എല്ലാം ദേഷ്യത്തിലുണ്ടെങ്കിലും അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് നമ്മളെടുത്ത് മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയാന്നൊക്കെ പറഞ്ഞു. ദേഷ്യം ഉണ്ടെങ്കിൽ അത് ചിരിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പൊ നമുക്ക് ദേഷ്യമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നില്ല എന്ന് പറയണം. അപ്പോ അതിന് നല്ല പരസ്യം കൊടുക്കണം, എന്നെ പൊക്കി പറയുന്നതിന്റെ. എനിക്കത് ഭയങ്കര ഇഷ്ടം, എന്നെ ഇറങ്ങി പൊക്കി പറയുന്നത്. അവരാണും പറയാറില്ല. അല്ല, ഇപ്പൊ ശ്രീചേട്ടൻ നമ്മളല്ലോ, എനിക്ക് അഭിനയത്തിൽ ഏറ്റവും നല്ല ഉർവശിയാണെന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. അതെ, എപ്പോഴും പറയാറുണ്ടല്ലേ? അത് അതിന്റെ എന്താ വെച്ചാല് മോഹൻലാലിന് വേണ്ടി
ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനും സത്യനന്ദിക്കാടും കൂടി ശ്രീവത്സം എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പിന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഗുരുവായൂര്. അവിടെ ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ പ്രൊഡ്യൂസർ അവിടുത്തെ വരുന്ന ശശി മുന്ദ്ര അതുകൊണ്ടാണ് അവിടെ പോയത്. അപ്പൊ മോഹൻലാലിന് വേണ്ടിയിട്ട് കഥയുണ്ടാക്കി. ആ കഥ ഇന്ന് വരെ സിനിമയായിട്ടില്ല. എന്നെങ്കിലും ഇനിയും ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴെങ്കിലും എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ ഒരു കഥയാക്കാൻ പറ്റുമെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. മോഹൻലാലിന്റെ ക്യാരക്ടർ ഒരു തഹസിൽദാരാണ്. പുള്ളിയുടെ നേതൃത്വത്തിൽ ഒരു വീട് ജപ്തി ചെയ്യുകയാണ്. അതാണ് കഥയുടെ ലൈൻ. അപ്പൊ ആ ജപ്തി ചെയ്യുന്ന വീട്ടിലെ കഥാപാത്രങ്ങൾ പുള്ളിയുടെ തലയിലാകാണ്. അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ദുരിതത്തിലേക്ക് വരുന്നതാണ്. ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്താറില്ല, പക്ഷെ ഇയാളുടെ തെരഞ്ഞില്ലാവും. ഇയാള് ഉദ്യോഗസ്ഥന് ജപ്തി ചെയ്യുമ്പോൾ ഇയാൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആ കഥയില് മോഹൻലാൽ ഡേറ്റ് മാറ്റിക്കൊണ്ടേയിരുന്നു. നായിക ഉർവശിയാണ് തീരുമാനിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഡേറ്റ് മാറ്റിക്കൊണ്ടേയിരുന്നു. ഓരോ തവണ അടുത്ത മാസം അപ്പൊ ഓരോ തവണ വേറെ പടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതെ സത്യനന്ദിക്കാട് ഉർവശിയെ വിളിച്ചിട്ട് അവരുടെ ഡേറ്റ് മാറ്റാൻ ഇടക്കിടക്ക് പറഞ്ഞ് മടുത്ത്. മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം മോഹൻലാൽ ഡേറ്റ് മാറ്റിയപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്ക് മോഹൻലാലില്ലാത്തൊരു കഥയാലോചിക്കാം, ഉർവശിയോട് ഇനി പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഉർവശി നായികയായിട്ടുള്ള ഒരു കഥ എന്തെങ്കിലും ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മോഹൻലാൽ എന്നെ വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് സത്യേട്ടനോടൊന്ന് പറയുന്ന വൃത്തികേടുകൊണ്ടാണ് ഞാനപ്പോ പറഞ്ഞ് ഈ വിഷയം എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തീരുമാനമെടുക്കണ്ട. നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോ? അതെ. അപ്പൊ ഉർവശി മെയിൻ കഥാപാത്രമായിട്ടുള്ള ഒരു കഥയ്ക്ക് വേണ്ടി ആലോചിച്ചു. ഒരു ദിവസം രാമന് ഞാൻ പറഞ്ഞ ഒരു കഥ, ഒരു വരി കഥയാണ് പറഞ്ഞത്. അതാണ് സിനിമയായത്. ഞാൻ പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊന്ന് ആലോചിക്കാം. ഭർത്താവിന്റെ വരുമാനത്തിനും അപ്പുറത്ത് ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു ഭാര്യ. സത്യം പറഞ്ഞാൽ അത് കൊള്ളാമെന്നാണ്. അവനെ അത് നമുക്ക് എടുക്കാം. ഒറ്റ വരിയാണ്. ആ കഥ ഇപ്പൊ എല്ലാവർക്കും ഇത് പേര് വരാതെ പ്രേക്ഷകർക്ക് മനസ്സിലായി ആ സിനിമ ഇപ്പൊ തന്നെ. അതെ. ഞങ്ങള് ഇന്ന് കഥ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് 10 ദിവസത്തിനകം ഷൂട്ടിങ് തുടങ്ങി. തിരുവനന്തപുരത്ത് ഗുരുവായൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ഷൂട്ടിങ് തുടങ്ങി. അത്ര പെട്ടെന്ന് അതിന്റെ കഥയുടെ ലൈൻ, കാരണം ചില കഥകൾ അങ്ങനെയാണ്, പെട്ടെന്ന് ഇത് കഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അറിയിക്കാതെ തുടർന്നുള്ള സീനുകൾ എങ്ങനെ ഇത് ഉണ്ടാവണം എന്നുള്ളതും കൂടി തെളിഞ്ഞു വരും മനസ്സിൽ. ചില കഥകൾക്ക് അങ്ങനത്തെ ഗുണമുണ്ടാവും, ചില കഥകളിൽ നമ്മൾ പെട്ടുപോകും ചിലപ്പോ. അപ്പൊ അത്തരമുണ്ടായ ഒരു കഥകളാണ്. അങ്ങനെ ഒത്തിരി നല്ല കഥകൾ ഇനിയും ഉണ്ടാകണം. ഇനിയിപ്പം എനിക്ക് അതൊക്കെയാണ് ആവശ്യം. നിങ്ങളും ഗാന്ധി സെക്കൻഡ് സ്ട്രീറ്റിന്റെ സംഭവത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഉണ്ടാവുന്ന പേര് അവര് സത്യന്റെ മുകളിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു കോളനി, അവിടെ പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ, കള്ളുമുടിയന്മാർ, പൈങ്കിളിന് അവിടെ ഇടുന്ന ആള്, അങ്ങനെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു കോളനിയില് കുറെ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമുക്കൊരു കഥ ഉണ്ടാക്കണം. അതിന്റെ ഗാന്ധി സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പേരിടാതെ. സത്യം പറഞ്ഞ ആ പേര് കൊള്ളാന്ന്. പിന്നെ അതിനു വേണ്ടി പിടിച്ചപ്പോഴാണ് ആ കഥ ഉണ്ടായത്. ഭക്ഷണം കഴിക്കണ്ടേ? എന്നോണ്ടോ എനിക്ക് ഇത്രയൊന്നും പോരാ. ഇനിയും പറയണോ? പൈസ വേണം. പൈസ